നമസ്കാരം. ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ ഡ്രോണുകൾ ഇന്ത്യ ഏറ്റെടുത്തതിനു ശേഷം ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാൻ ഇറക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ ചെയ്യാമെന്ന ധാരണയിലാണ് പാകിസ്ഥാൻ. MQ-9B ഡ്രോണുകൾ ഇന്ത്യ ഏറ്റെടുത്തതിനു ശേഷം ചൈനയിൽ നിന്ന് കൂടുതൽ CH-4 സായുധ ഡ്രോണുകൾ വാങ്ങാനാണ് പാകിസ്ഥാൻ പദ്ധതിയിടുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ചൈനയിൽ നിന്ന് 10 CH-4 സായുധ ഡ്രോണുകൾ കൂടി പാകിസ്ഥാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇടപാടിന്റെ ആകെ ചിലവ് ഏകദേശം $24 മില്യൺ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ 31 MQ-9B ഡ്രോണുകൾ ഏറ്റെടുക്കുന്നത് $4 ബില്യൺ ഇടപാടിലൂടെയാണ്. ഇത് പാകിസ്ഥാനെ കുറച്ചു കാലമായിട്ട് വളരെയധികം ആശങ്കപ്പെടുത്തിയിരുന്നു. ഇന്ത്യ അമേരിക്ക ഡീൽ പാകിസ്ഥാന് സ്വപ്നം കാണാൻ കഴിയാത്തതാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലെയല്ല പാകിസ്ഥാനുമായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന് ചൈനയെ തന്നെ ആശ്രയിക്കണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പാകിസ്ഥാന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ചൈനയിലേക്ക് തിരിഞ്ഞതും. നിലവിൽ 7 CH-4 സായുധ ഡ്രോണുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി 3 എണ്ണം കൂടി എത്താനുണ്ട്. CH-4 ഒരു ഭീമാകാരമായ ആയുധമാണ് എങ്കിലും ഇത് MQ-9ന്റെ അത്ര മികവ് കാട്ടില്ല എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ വിളറിയ ഒരു നിഴലായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ 10 ഡ്രോണുകളിൽ പാകിസ്ഥാൻ തൃപ്തനല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ CH-4 ഡ്രോണുകൾക്കായി ഏകദേശം $24 ദശലക്ഷം ചിലവഴിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ആക്രാന്തമാണ് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആവനാഴിയിൽ എത്ര ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയാലും കുത്തിനിറച്ചാലും ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബലൂചിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആയുധങ്ങൾ അനിവാര്യമാണ് എന്നൊരു പൊള്ളയായ വാദമാണ് പാകിസ്ഥാൻ ഇവിടെ ഉയർത്തുന്നത്. ഇതേ തുടർന്ന് പാക് ഭരണകൂടത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആക്ഷേപവും ഉയരുന്നുണ്ട്. അതായത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ തന്നെ ആക്രമിക്കാൻ ഏത് സർക്കാരാണ് സായുധ ഡ്രോണുകൾ വാങ്ങുക എന്ന ചോദ്യം ഇപ്പോൾ വ്യാപകമാണ്. പാകിസ്ഥാൻ നേരത്തെ തന്നെ ബലൂചിസ്ഥാനിൽ തങ്ങളുടെ സൈന്യത്തെ അണിനിരത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത പ്രവിശ്യയിലെ വിമതർക്കെതിരെ CH-4 ഡ്രോണുകൾ ഉപയോഗിക്കാം, അത് ആവശ്യമാണെങ്കിൽ ഗുണം ചെയ്യട്ടെ എന്ന രീതിയിലാണ് ചിന്തയിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ നീക്കമത്രേ. CH-4 ഡ്രോണുകളുടെ സവിശേഷത പരിശോധിക്കുകയാണെങ്കിൽ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളാൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ 5000 മീറ്റർ ഉയരത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇതിന് സാധിക്കും. ഇത് നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് മുകളിലാണ് എന്നതും എടുത്തു പറയണം. ചൈന ഇതിനകം തന്നെ നിരവധി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്കും അതുപോലെ പാകിസ്ഥാനിലേക്കും ഒക്കെ ഈ ഡ്രോണ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. 31 MQ-9B ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുന്നത് മറ്റൊരാളെയും കടന്നാക്രമിക്കാനല്ല, മറ്റൊരു രാജ്യത്തിന്റെയും സമാധാനം നശിപ്പിക്കുവാൻ വേണ്ടിയല്ല, ഇന്ത്യയുടെ പ്രതിരോധം ശക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പാകിസ്ഥാന്റെ നീക്കങ്ങൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ ഇക്കണ്ട ആയുധങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ അവിടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് പാകിസ്ഥാനുള്ളത്. അമേരിക്കയുടെ ഡ്രോണുകൾ, ഇന്ത്യ വാങ്ങുന്ന ഡ്രോണുകൾ അത്യാധുനികവും അതീവ സുരക്ഷിതവുമാണ് എന്നാണ് വിവരം. കരാർ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് 16 അതുപോലെ വ്യോമസേനയ്ക്ക് 8 വീതം എന്ന കണക്കിലാണ് ഈ പ്രെഡേറ്റർ ഡ്രോണുകൾ ലഭിക്കുക. ഒരുപാട് സവിശേഷതകൾ ഈ ഡ്രോണുകൾക്കുണ്ട്. വളരെ ഏറെ ഉയരത്തിൽ പറക്കുവാനും വൻ പ്രഹരമേൽപ്പിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. അതേപോലെ സ്കൈ ഗാർഡിയൻ ഡ്രോണുകളിൽ 15 എണ്ണം ഇന്ത്യൻ നാവികസേനയ്ക്കും കൂടാതെ 8 എണ്ണം കര വ്യോമസേനകൾക്കും ലഭിക്കും. ഇത് വലിയ പ്രതിരോധം തീർക്കും. കടൽപാതകളിൽ ആളില്ലാ നിരീക്ഷണവും പട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ നടത്താൻ ഇതിന് സാധിക്കും. അത് ഇന്ത്യൻ പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യയുടെ മികവ് കൂട്ടാൻ, ഇന്ത്യയുടെ കഴിവിനെ ശക്തിപ്പെടുത്താനാണ് ഈ കരാർ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പ്രെഡേറ്റർ ഡ്രോൺ കരാർ ഉപകാരപ്പെടുന്നത്. പ്രതിരോധത്തിൽ കൂടുതൽ കരുത്തുകാട്ടാനായിട്ട് വലിയ നീക്കങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ആശങ്കകൾ കൊണ്ട് അല്ലെങ്കിൽ അതൃപ്തി കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം എത്താനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യവുമാണ്. കാരണം ഇന്ത്യയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ജനസമ്മതി അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം ഒരിക്കലും പാകിസ്ഥാന് ലഭിക്കുകയില്ല. പാകിസ്ഥാൻ എപ്പോഴും ചൈനയെ കൂട്ടുപിടിച്ച് ഈ കണ്ട ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ അനാവശ്യ പ്രകോപനം ഉണ്ടാക്കുവാനുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് കിടപിടിക്കാൻ, ഇന്ത്യയെ തോൽപ്പിക്കുവാൻ പാകിസ്ഥാൻ ഒരിക്കലും കഴിയുകയുമില്ല.